ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളുമായി UDF കൺവീനർ അടൂർ പ്രകാശിന് എന്താണ് ബന്ധം? എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി അടൂർ പ്രകാശ് തന്നെ തരും. ഇയാള് ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞ് ഞാൻ പോയി. എന്നിട്ട് അവര് ചെല്ലണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് പോയി. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുമ്പോഴേക്കും അങ്ങനെ പോകാനുള്ള ആളാണോ അടൂർ പ്രകാശ്? പോറ്റി വിളിക്കുമ്പോഴേക്കും അങ്ങ് ഡൽഹി വരെ പോകാൻ മാത്രം നിങ്ങളത്തൊക്കെ തിക് ഫ്രണ്ട്സാ? പ്ലാൻ ചെയ്തൊന്നുമല്ല. ഇയാള് അവിടെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു, ഇങ്ങനെ നാളെ അപ്പോയിൻമെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ MP എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ് എന്ന്. ഓ അങ്ങനെ സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഫോണിന് വിളിച്ചു. അപ്പൊ തന്നെ ഞാൻ ദേ വരുന്നേ എന്നും പറഞ്ഞ് അടൂർ പ്രകാശ് ഒപ്പം പോയി. അങ്ങനല്ലേ? അതെ അതെ. കനത്ത സുരക്ഷയുള്ള സോണിയാഗാന്ധിയെ ഇത്ര എളുപ്പത്തിൽ ഈ പോറ്റിക്ക് കാണാൻ പറ്റിയത് എന്തുകൊണ്ടായിരിക്കും? അതിനുള്ള മറുപടി കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ വരുന്നു, എത്രയോ ആളുകൾ അവരുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങി ഓരോ ദിവസവും സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. അതെ, അടൂർ പ്രകാശിന് അറിയില്ലേ ഒരു കാര്യം പറഞ്ഞു തരാം. അതീവ സുരക്ഷാ സംവിധാനമുള്ള ആളാണ് സോണിയാഗാന്ധി. ദിനം പ്രതി അങ്ങനെ തോന്നിയ പോലെ ആൾക്കാർക്കൊക്കെ അവിടേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരിടത്തേക്കാണ് ഈ കാട്ടുകള്ളം പോറ്റിയുമായി നിങ്ങൾ കൂളായി കയറി ചെന്നത്. ന്യായീകരിക്കുമ്പോ അതൊക്കെ ഒന്ന് ഓർക്കണേ. അപ്പൊ ശരി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ.